തനിക്കെതിരെ നവമാധ്യമങ്ങളിൽ അശ്ലീല പ്രചാരണം നടക്കുന്നതിന് പിന്നിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം വിശദമാക്കിയത്. തനിക്കെതിരെ നടക്കുന്ന സൈബർ വേട്ടയ്ക്കെതിരെ ഡിജിപി, ഐജി, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കി. വളരെ ആസൂത്രിതമായി എനിക്കെതിരെ അശ്ലീലം കലർത്തിയ പോസ്റ്ററുകൾ എന്നെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ നവമാധ്യമങ്ങൾ വഴി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള മിസ്റ്റർ സുധീഷ് മിന്നിയായിരുന്നു. അപ്പോൾ സുധീഷ് മിന്നി പ്രചരണം തുടങ്ങിയത്, സുധീഷ് മിന്നിയെ എനിക്കറിയാം. സുധീഷ് മിന്നിയുടെ വീട്ടിൽ ഞാൻ ചെന്നിട്ടുണ്ട്. സുധീഷ് മിന്നിയുടെ അമ്മ എനിക്ക് നിരവധി തവണ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. സുധീഷ് മിന്നിയുടെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ഒട്ടും സത്യസന്ധമല്ലാത്ത വിഷയങ്ങൾ ചേർത്തുകൊണ്ട് നവമാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സുധീഷ് മിന്നിയുടെ ഭാഗത്തു നിന്നുള്ള നിരവധിയായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അരങ്ങേറുകയുണ്ടായി. സുധീഷ് മിന്നിയും കൂട്ടരും ചേർന്ന് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ മാനഹാനിയും ഈ ഗൂഢാലോചനയുടെയും പിറകിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഈ മാനഹാനി സ്ത്രീ സുരക്ഷാ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഐജിയെ സമീപിക്കുകയുണ്ടായി. ഐജി നല്ല രീതിയിൽ എന്നെ സ്വീകരിച്ചു. എൻ്റെ പരാതി എന്താണെന്ന് ചോദിച്ചു. 4 SP-മാർ ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ഒരു കോൺഫറൻസ് നടക്കുകയായിരുന്നു. ആ കോൺഫറൻസ് ഹാളിലേക്ക് തന്നെ എന്നെ വിളിച്ച് എൻ്റെ പരാതി നോക്കിയ ഐജി ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ 10:30 മണി വരെ ഒരു നടപടിയും ഈ വിഷയത്തിൽ സ്വീകരിച്ചില്ല. അദ്ദേഹം ആകെ ചെയ്തത്, ആ പരാതിയെ തുടർന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീടിരിക്കുന്ന ചങ്ങരംകുളത്തേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ആ നിർദ്ദേശത്തെ തുടർന്ന് ഒരു പെറ്റി കേസ് ഇവർക്കെതിരെ എടുക്കുകയുണ്ടായി. അതല്ലല്ലോ നിയമം. സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ അശ്ലീലം കലർത്തി തേജോവധം ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കണം. 2, ഇത് വളരെ വലിയ സൈബർ കുറ്റകൃത്യമാണ്. ഞാൻ എൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വളരെയധികം പൊതുജനങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരാളാണ്. എൻ്റെ വസ്ത്രധാരണ രീതി എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന മേഖലയിലുള്ള ആളാണ്. എൻ്റെ സാരി മാറ്റി എന്നെ ഏതോ ഒരു സ്ത്രീയുടെ ശരീരം ചേർത്തുകൊണ്ട് എൻ്റെ മുഖം മോർഫ് ചെയ്ത്, എൻ്റെ മുഖവും വേറൊരാളുടെ ശരീരഭാഗവും ചേർത്തുകൊണ്ട് മോർഫ് ചെയ്ത് ആ ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? ഈ കേരളം, സാംസ്കാരിക കേരളത്തിൽ ഞാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് ആവശ്യപ്പെടുന്നത്, എൻ്റെ ശരീരമല്ലാതെ മറ്റൊരു ശരീരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുഖം അതിൽ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ സൈബർ കുറ്റകൃത്യമാണ് നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ആ ക്രിമിനലുകളെ അടിയന്തരമായി കണ്ടെത്തണം, പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഐജിക്ക് ആ ചിത്രങ്ങൾ സഹിതം പരാതി സമർപ്പിച്ചത്. അതിനെ തുടർന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാക്ഷനും ഉണ്ടായില്ല. ഇന്ന് ഞാൻ കൊടുത്തയച്ച പരാതി രേഖാമൂലം തിരുവനന്തപുരത്ത് DGPക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം ഇത് കൃത്യമായിട്ടുള്ള അബ്യൂസാണ് എന്ന് പറയുകയും അവിടെ പരാതി കൊടുത്തതിൻ്റെ റെസീറ്റ് സഹിതം എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ കൃത്യമായി തിരഞ്ഞു പിടിച്ചുകൊണ്ട്
എന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിടവാങ്ങിപ്പിക്കാൻ വേണ്ടി, മാനസികമായി എന്നെ തകർത്ത് കളയാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. DGPക്ക് ഞാൻ പരാതി കൈമാറിയിട്ടുണ്ട്. ആ ക്രിമിനലുകളെ അടിയന്തരമായി പിടികൂടണം. സൈബർ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിക്കണം. ഞാൻ നാളെ ദേശീയ വനിതാ കമ്മീഷനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുകയാണ്. കാരണം ഇത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, നിരവധിയായിട്ടുള്ള സ്ത്രീകളുടെ വിഷയമാണ്. ഒരു സ്ത്രീയോട് എങ്ങനെയാണ് നവമാധ്യമങ്ങളിലൂടെ പെരുമാറേണ്ടത് എന്ന് ഇത്തരക്കാരെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. എൻ്റെ പരാതിക്ക് ശേഷം ഇന്ന് ഫേസ്ബുക്കിൽ എനിക്ക് ക്ഷമ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വന്നിട്ടുണ്ട്. ആ കത്ത് മാധ്യമപ്രവർത്തകരുടെ അറിവിലേക്ക് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അയാൾ എഴുതിയിട്ടുള്ളത് ആരോ ചെയ്ത ചതിയാണ്. എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് അനുസരിച്ചാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. നിങ്ങളെ ഞാൻ സഹോദരങ്ങളായി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ആരോ എടുത്ത് പുറത്തുവിട്ടതാണ്. ഞാൻ അതിൻ്റെ ബാക്കിയുണ്ട്, അതടുത്ത ഇതിലാണ്. ശോഭ ചേച്ചിയോട് പറയണം, എൻ്റെ പോസ്റ്റിൽ ഏറിയാൽ 50 ഇതെങ്ങനെ വൈറലായി എന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കൂ. നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് മിസ്റ്റർ ജനാർദ്ദനൻ എന്ന് പറയുന്ന വ്യക്തി, മൂക്കുതലക്കാരനായിട്ടുള്ള മിസ്റ്റർ ജനാർദ്ദനൻ എനിക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അയച്ച ഒരു കുറിപ്പ് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഇത് നോക്കി വായിക്കാം. പ്രിൻ്റ് അവിടെ അപ്പുറത്ത് എടുക്കുന്നുണ്ട്. ആ പ്രിൻറ്റിൻ്റെ കോപ്പി ഞാൻ തരാം. എനിക്ക് പറയാനുള്ളത്, ഇത് വെച്ച് പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് അത്യധ്വാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പൊതുസമൂഹത്തിൽ മാനം നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടി ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹം എനിക്ക് വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കള്ളുഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയായി എന്നെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട DGP തയ്യാറാകണം. മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലിത്. മാപ്പ് പറഞ്ഞ മിസ്റ്റർ ജനാർദ്ദനൻ്റെ അമ്മയ്ക്കോ സഹോദരിക്കോ ആയിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ മാപ്പ് പറഞ്ഞാൽ തീരുമോ? ഒരു ജനാർദ്ദനൻ മാത്രമല്ല, നിരവധിയായിട്ടുള്ള വ്യക്തികൾ സുധീഷ് മിന്നിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുകയും എൻ്റെ ചിത്രം ഞാൻ അറിയാതെ മോർഫ് ചെയ്യുകയും അത് കേരളത്തിൻ്റെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയും അതിന്ന് ലോക മലയാളികൾ മുഴുവൻ വായിക്കാനും കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട DGP തയ്യാറാകണം. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്.